ഒരു ദിവസത്തിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറയുന്നത് എൻ്റെ ഒരു 6 PM മുതലുള്ള സമയം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചായയിൽ നിന്നാണ് തുടങ്ങുക. അപ്പോൾ ഇത് നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. ഞാനിത് ഇപ്പോൾ അടുത്ത് സ്റ്റൈൽ യൂണിയനിൽ നിന്ന് മേടിച്ചതായിരുന്നേ. ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര രസമുള്ള ഡ്രസ്സല്ലേ. ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ഇട്ടു. പിന്നെ ഞാൻ ഐബ്രോസ് എപ്പോഴും ഫില്ല് ചെയ്യും. അത് നമ്മുടെ നോർമൽ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് UK നിന്ന് കൊണ്ടുവന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഞാൻ കൂടുതലും ഐഷാഡോ ആയിട്ടും അതുപോലെ നമ്മുടെ ബ്ലഷ് ആയിട്ടാട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. പക്ഷേ ഇത് എൻ്റെ സ്കിന്നിന് അത്ര സ്യൂട്ടബിൾ അല്ല. അവിടെ ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തു. ദെൻ നമ്മുടെ സ്ഥിരം മസ്കാര എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മസ്കാര ആട്ടോ, മെബിലൈൻ്റെ. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, ഭയങ്കരമായിട്ട് സ്റ്റേ ചെയ്യും. നല്ലൊരു മസ്കാര തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മസ്കാര തന്നെയായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഞാൻ എൻ്റെ വളയിട്ടെടുത്തു. വളയിട്ടെടുത്ത് ലാസ്റ്റ് ഫേവറേറ്റ് പാർട്ട് എന്നൊക്കെ പറയുന്നത് ഇതാണ്, പെർഫ്യൂം അടിക്കുക എന്ന് പറയുന്നത്. ഇത് എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്മെല്ലെന്ന് പറയത്തില്ല, നമ്മുടെ സുഡിയോൻ്റെ പെർഫ്യൂമാണ്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദെൻ ഇത് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്, മെബ്ലിൻ. എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരാളാട്ടോ. ഞാനൊരു 2 വർഷം മുന്നെയാണ് ആദ്യമായിട്ട് ഈ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യുന്നത്. അന്ന് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കണ്ണിലും മൂക്കിലും വീണ്ടും വാരിയിട്ടു. ദെൻ നമ്മൾ നമ്മുടെ ഇയറിങ്സ് ഇട്ടു. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സാണ്. എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് ചീകി നമ്മളത് റെഡി ആയിട്ടോ. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. എന്തിനാ ചായ കുടിക്കാൻ പോകാൻ. അങ്ങനെ നമ്മുടെ ജോയിച്ചേട്ടൻ വന്നു. നമ്മൾ ചായക്കടയിലിരുന്ന് നമ്മുടെ ആംബിയൻസ് കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു 9 മണി വരെ ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടി അവിടെ ഇരുന്നു കേട്ടോ.